ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു റാൻഡം ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അന്ന് ചിച്ചു ബിസി ആയിട്ട് അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇന്ന് പോകാമെന്ന് ഓർത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൊടുപുഴയിലാണ് വീട്. സൂപ്പർ ഹോമാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട് വീട് കണ്ടിട്ട്. സിസ്റ്ററിൻ്റെ 2 കുട്ടികളാണ്, അപ്പോൾ അവരുടെ ടോയ്സൊക്കെ ആയിട്ട് ഇത് നല്ല ബിസിയാണ്. മാമച്ചിയുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ വാപ്പ ഇരിക്കുന്നുണ്ട്. ഇതിന് ബോളൊക്കെ ആയിട്ട് ജാൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ആൾക്ക് നെക്സ്റ്റ് ടോയ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾ ലൈസിൻ്റെ കൂടെ ബൈക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണേലും നമുക്കൊന്ന് വീടിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കാണാം. ഇതൊരു 4 BHK ഹോമാണ്. വീടിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ഒരു മോഡേൺ മിനിമൽ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയേഴ്സ് ക്ലാഡിംഗ് സ്റ്റോൺ ഒരു എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് നമ്മൾ വീട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിനും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഈ പ്രൊജക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ പ്ലസ് ഗ്രാസ് ആണ് വേവിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ ഡോർ ഒരു ഹാർഡ് വുഡ് തേക്ക് ഡോറാണ്. ദെൻ നമ്മൾ വീടിൻ്റെ അകത്ത് എൻറ്റേർഡ് ആയിട്ടുണ്ട്. ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു അറബിക് അക്രിലിക് ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ വീടിൻ്റെ ഫോർമൽ ലിവിങ് റൂമിലേക്കാണ് ചെന്നിരിക്കുന്നത്. വീടിൻ്റെ മറ്റ് ഏരിയാസിൽ നിന്ന് കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഫോർമൽ ലിവിങ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് സോഫയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ TV യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ലൈറ്റ്സ് ആൻഡ് അതർ ഫിക്സ്ചേഴ്സ് എല്ലാം തന്നെ ടോട്ടൽ ഏരിയാസിലേക്ക് മാച്ച് ചെയ്യും വിധമാണ് ചെയ്തിട്ടുള്ളത്. ഒരു L ഷേപ്പ് സോഫയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് നെക്സ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ പാർട്ട്. ഒരു വലിയൊരു ഹാളായിട്ട് നമുക്ക് പറയാം. ദാറ്റ്സ് ഫാമിലി ലിവിങ് റൂം. അവിടെ തന്നെയാണ് ഡൈനിങ്ങും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈവൻ സ്റ്റെയർ കേസും ഇവിടെ തന്നെയാണ്. ഫാമിലി ലിവിങ് ഒരു ചെറിയൊരു സ്പേസാണ്. ഒരു സോഫയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഒരു സോഫ. ഡൈനിങ് ഏരിയ വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നമ്മളൊരു മിനിമൽ തീമിലുള്ള ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് നമ്മൾ ബാൽക്കണിയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നത്. ദെൻ ഈവൻ ലൈറ്റ്സ് ആൻഡ് ഡെക്കേഴ്സ് എല്ലാം നമ്മൾ അവിടെ ആ ഏരിയയിലേക്ക് മാച്ച് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണുണ്ട്. 2 ചെയേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഫുഡ്സൊക്കെ അവിടെ നിന്ന് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ദെൻ ഇവിടെ ഒരു ഫ്ലവർ പോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കിച്ചണാണ് എൻട്രി ആവുന്നത്. കംപ്ലീറ്റ്ലി ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഏരിയയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാബിനറ്റ്സിൻ്റെ കളേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വുഡൻ കളറാണ്. ദെൻ നെക്സ്റ്റ് ഒരു വർക്ക് ഏരിയ ആണ്. നമ്മൾ ക്യാബിനറ്റ്സിൻ്റെ കളറിനൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ തന്നെയാണ്. ദെൻ ലെഫ്റ്റ് സൈഡിലൊരു ഷോറൂം ഉണ്ട്. റൈറ്റ് സൈഡിലൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ദെൻ ദിസ് ഇസ് ദ വ്യൂ ഓഫ് കിച്ചൺ. ടോട്ടൽ വ്യൂ ആണ്. ഓപ്പൺ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയാണ് വ്യൂ കണ്ടത്. നമ്മൾ ലോ ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ്. ഇതാണ് ഫസ്റ്റ് റൂം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കൂടെയാണ് കേട്ടോ. ഇവിടുത്തെ കളർ തീം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് കളർ തീം. ബ്രൗൺ കളറാണ് കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈവൻ വാർഡ്രോബ്സ് വരെ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്താണ് എടുത്തിരിക്കുന്ന കളറ്. അത്തരത്തിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് റൂം. ദെൻ നമ്മൾ പോകുന്നത് ഒരു വാഷ് ഏരിയ ആണ്. അവിടെ ഒരു ലൈറ്റ് മിറർ ലൈറ്റ് വെച്ചിട്ടുള്ള ദെൻ വണ്ടർഫുൾ വാഷ് ബേസിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ പോട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലോ ഫ്ലോറിൽ തന്നെയുള്ള സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. കളർ തീം നോ ചേഞ്ച് അറ്റ് ഓൾ. ബ്രൗണും വൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ബെഡ്ഷീറ്റ് വരെ ആ കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്സ് ഡെക്കർ എവറിത്തിങ് ഒരു കളർ തീം ബേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് ഇതൊരു സ്ക്വയറിഷ് വാർഡ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ. ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ദെൻ നമ്മൾ കാണുന്നത് ലോ ഫ്ലോറിൽ നിന്ന് അപ്സ്റ്റേഴ്സിലേക്കുള്ള വ്യൂ ആണ്. എല്ലാം പെർഫെക്റ്റ്ലി ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക്
അപ്സ്റ്റേഴ്സിലേക്ക് പോവാം. നമ്മൾ അപ്സ്റ്റേഴ്സിൽ നമ്മൾ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഡെക്കോസ് എവറിത്തിങ് എല്ലാം ഈ കളർ തീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്സ്റ്റേഴ്സിലേക്ക് പോകുവാണ്. ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു റൂമാണ്. ഇതാണ് അപ്സ്റ്റേഴ്സിൻ്റെ ഒരു ഹോള് പോലെയുണ്ട്. ദെൻ നമുക്ക് അപ്സ്റ്റേഴ്സിൽ നിന്നാൽ ലോ ഫ്ലോറിൻ്റെ വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ദെൻ ഇതാണ് ഒരു ഹോളാണ്. നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു കോറിഡോർ പോലെയാണ്. ഇതാണ് അപ്സ്റ്റേഴ്സിലെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. എല്ലാ റൂമും പോലെ തന്നെയാണ് കോമ്പിനേഷൻസും. ക്യാബിനറ്റ്സിലൊക്കെ കോമ്പിനേഷൻസ് സെയിം തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ഒരു ബാൽക്കണി ഇവിടെ നിന്നാണ് ഓപ്പണിങ് ചെയ്യുന്നത്. ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ബാൽക്കണിയാണിത്. ഇവിടെ നമ്മൾ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വീടിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യൽ സ്പേസാണ്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിന് അടുത്ത് തന്നെ നമ്മൾ ഒരു സ്റ്റോൺ പ്ലസ് ഗ്രാസ് ആയിട്ടാണ് വേവിങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഈ പ്രൊജക്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.